ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പ്. തിങ്കിങ് ഗ്യാപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലെ ബ്രിക്സ് എന്ന പോർഷനാണ്. PSC വിവിധ ടെക്നിക്കൽ എക്സാംസ്, RRB JE, SSC JE എന്നിവയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ബിടെക് വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനമുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾ ആരും ഈ ക്ലാസ് മിസ് ചെയ്യരുത്. നമുക്ക് അധികം സമയം കളയേണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലെ ബ്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. വാട്ട് യു മീൻ ബൈ ബ്രിക്ക്? എ ബ്രിക്ക് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൗൾഡിംഗ് ഗുഡ് ക്ലേ ഇൻ എ ബ്ലോക്ക് വിച്ച് ഈസ് ഡ്രൈഡ് ആൻഡ് ദെൻ ബേൺഡ്. ബ്രിക്ക് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൗൾഡിംഗ് ഗുഡ് ക്ലേ ഇൻ ടു എ ബ്ലോക്ക് വിച്ച് ഈസ് ഡ്രൈഡ് ആൻഡ് ദെൻ ബേൺഡ്. ബ്രിക്സിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന്റെ സൈസിനെ കുറിച്ചിട്ടാണ്. അതിന് നമ്മൾ രണ്ട് സൈസാണ് അതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഒന്നാമതായി സ്റ്റാൻഡേർഡ് സൈസ്, രണ്ടാമതായി നോമിനൽ സൈസ്. ഫസ്റ്റ് നമുക്ക് സൈസ് നോക്കാം. സൈസ്, സ്റ്റാൻഡേർഡ് സൈസും ഉണ്ട്, രണ്ടാമതായി നോമിനൽ സൈസും ഉണ്ട്. സൈസ് രണ്ട് രീതിയിൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. മില്ലിമീറ്ററിലും ചോദിച്ചിട്ടുണ്ട്, സെന്റിമീറ്ററിലും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 19 × 9 × 9 സെന്റിമീറ്ററും 190 × 90 × 90 mm ആണ്. These are the standard size. Standard size in centimeter is 19 × 9 × 9 and standard size in millimeter is 190 × 90 × 90 mm. അടുത്തതായിട്ട് നോമിനൽ സൈസ്. നോമിനൽ സൈസ് എന്ന് പറയുന്നത് 200 × 100 × 100 mm 20 × 10 × 10 സെന്റിമീറ്ററും ആണ്. അപ്പൊ നോമിനൽ സൈസ് എന്ന് പറയുന്നത് 200 × 100 × 100 mm. അതുപോലെ തന്നെ സെന്റിമീറ്ററിലാണെങ്കിൽ 20 × 10 × 10. വാട്ട് യു മീൻ ബൈ നോമിനൽ സൈസ്? നോമിനൽ സൈസ് ഈസ് ദ സൈസ് ഓഫ് ദ ബ്രിക്ക് അലോങ് വിത്ത് ദ മോട്ടർ. Nominal size is the size of the brick along with the mortar. Next we are going to discussing about types of bricks. Bricks are classified into 4 types. First one, building bricks. Second one, paving bricks. Fire bricks. Fourth one, special bricks. So types of bricks are classified into 4 types. First one, building bricks, paving bricks, third one, fire bricks, and fourth one is special bricks. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. First one, building bricks. Building bricks is used for the construction of walls. വാൾസിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രിക്സിനെ വിളിക്കുന്ന പേരാണ് ബിൽഡിംഗ് ബ്രിക്സ്. സെക്കൻഡ് വൺ, paving bricks. Paving bricks are vertified bricks used to pave floors. Paving bricks are vertified bricks used for paving floors. Third one is fire bricks. They are specially made to withstand furnace temperature. They are specially made to withstand furnace temperature. Furnace temperature. Example, silica bricks. എക്സാമ്പിൾ എന്ന് പറയുന്നത് സിലിക്ക ബ്രിക്സ് ആണ്. അപ്പോൾ ഫയർ ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ യൂഷ്വലി സ്പെഷ്യലി മെയ്ഡ് ടു വിത്ത്സ്റ്റാൻഡ് ഫർണസ് ടെമ്പറേച്ചർ. എക്സാമ്പിൾ സിലിക്ക ബ്രിക്സ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് special bricks. These are bricks manufactured specially for a particular purpose. Particular purpose ന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബ്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ ബ്രിക്സ്. ഫോർ എക്സാമ്പിൾ, ഫേസിംഗ് ബ്രിക്സ്. എക്സാമ്പിൾ, facing bricks.
Special bricks in the example are facing bricks. What do you mean by facing bricks? These bricks are used in the construction of unplastered walls. Unplastered walls. Facing bricks are usually used for the unplastered walls. Next we are going to discussing about the properties and characteristics of good bricks. There are total 12 properties. First one, color. Second one, shape. Third one, size. And fourth one, texture. Fifth one, soundness. Sixth one, hardness. Seventh one, strength. Eighth one, water absorption. Ninth one, efflorescence. 10, thermal conductivity. 11, sound insulation. 12th one, fire resistance. These are the different properties and characteristics of a good bricks. Next നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ എക്സ്പ്ലനേഷനെ കുറിച്ച് പഠിക്കാം. First one, color. Color should be uniform and bright. First property is color. Color means the color of the brick should be uniform and bright. Second one is shape. Brick should have plain faces, sharp and true right angled corners. ഒരു ബ്രിക്സിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് have plain faces, പ്ലെയിൻ ഫേസസ് ആയിരിക്കണം, അതുപോലെ തന്നെ റൈറ്റ് ആംഗിൾഡ് കോർണേഴ്സ് ആയിരിക്കണം, അതുപോലെ തന്നെ ഷാർപ്പും ആയിരിക്കണം. ഷാർപ്പ്. These are the properties of a good bricks in the case of shape. A good bricks ന്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഷേപ്പ് should have plain faces, അതുപോലെ തന്നെ ഷാർപ്പ് ആയിരിക്കണം, ആൻഡ് ട്രൂ റൈറ്റ് ആംഗിൾഡ് കോർണേഴ്സ് ആയിരിക്കണം. ഇതാണ് ഷേപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ അതിന്റെ സൈസ് ആണ് പറയാൻ പോകുന്നത്. സൈസ് പറയുമ്പോൾ സൈസ് ഷുഡ് ബി സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കണം. സൈസ് ഷുഡ് ബി സ്റ്റാൻഡേർഡ് സൈസ്. Fourth property is texture. Texture means they should possess fine, dense and uniform texture. They should possess fine, dense and uniform textures, but should not possess fissures, cavities and loose grit unburned line. These should possess fine, dense and uniform, and they should not possess fissures, cavities, loose grit and unburned line. Next is soundness. Soundness. When struck with hammer or with another brick, it should not produce metallic sound. Fifth property is soundness. When struck with a hammer or with another brick, it should produce metallic sound. This is very important property, soundness. It should produce metallic sound. Sixth one, hardness. Finger scratching should not produce any impression on the brick. That is hardness. Hardness means finger scratching should not produce any impression on the brick. That is hardness. Next is strength. Strength means it should not be less than 3.5 Newton per millimeter square.
it should not be less than 3.5 Newton per millimeter square. It should not break into pieces when dropped from a height of 1 meter. It should not break into pieces when dropped from a height of 1 meter onto a hard ground. This means the strength. Strength means it should not be less than 3.5 Newton per millimeter square. Next is it should not break into pieces when dropped from a height of 1 meter onto a hard ground. And next one is water absorption. Water absorption. Water absorption means after immersing the brick into water for 24 hours, water absorption should not be more than 20% by bite, but for class 1 bricks it should be less than 15%. That is very important. But what do you mean by water absorption? After immersing the brick in water for 24 hours, water absorption should not be more than 20% by weight, but for class 1 bricks it should be less than 15%. That is water absorption. Ninth property is efflorescence. Efflorescence. Efflorescence means brick should not show white patches when sorted in water for 24 hours and then allowed to dry in shade. 24 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് തണലത്ത് വെച്ചിട്ട് നമ്മൾ ഉണക്കിയാൽ വെളുത്ത പാടുകൾ കാണാൻ പാടില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ് എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് thermal conductivity. Brick should have low thermal conductivity. Brick should have low thermal conductivity ആണ് thermal conductivity എന്ന് പറയുന്ന property. 11. Next one is sound insulation. Heavier bricks are poor insulators of sound. Poor insulators of sound. While lightweight and hollow bricks provide good insulation. Lightweight and hollow bricks should provide good insulation. And 12th property is fire resistant. Fire resistance means they are usually good. Fire resistance means they are usually good. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ്. ബ്രിക്സിനെ മെയിൻ ആയിട്ട് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, 4 ക്ലാസ്സസ് ആയിട്ട്. ഫസ്റ്റ് വൺ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, third class, fourth class. These are the classification of bricks. First class, second class, third class and fourth class. നമുക്ക് അടുത്തതായി ഫസ്റ്റ് ക്ലാസ് എന്താണെന്ന് നോക്കാം. First class, they are of standard shape and size. They are burned in clints. They are fulfill all desirable properties of bricks. What do you mean by first class bricks? They are of standard shape and size. They are burned in clints. K-I-L-N-S. Clints. They fulfill all desirable properties of bricks. These are first class bricks. Next is second class bricks. Second class bricks means these bricks are ground molded and burned in clints. The edges may not be sharp and uniform. The edges may not be sharp and uniform. The surface may be somewhat rough. This is called the second class bricks. Next one is third class. These are ground molded and burned in clamps. Ground molded and clamps. Their edges are somewhat distorted. Their edges are somewhat distorted. They produce dull sound when struck together. They produce dull sound when struck together. These are called third class. Next is fourth class.
fourth class. These are the overburnt bricks. These are the overburnt bricks. They are dark in color with irregular shape. They are dark in color with irregular shape. They are used as aggregate. They are used as aggregate. These are the classification of bricks. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ബ്രിക്സ് എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞങ്ങളുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ റെഗുലറായിട്ട് വാച്ച് ചെയ്യാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക.